ഇന്ന് നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയുടെ വെള്ള മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കണം. നമ്മൾ സാധാരണ പോലെ മിക്സി അടിക്കുന്ന രീതിയിലല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മളിത് കറക്കി കൊടുക്കുന്നത്. നല്ലപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ആദ്യം കുറച്ച് ഒഴിച്ച് അടിച്ച ശേഷം നോക്കി ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ തിക്കായി വരാനുണ്ട്, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എപ്പോഴും ഉണ്ടാക്കി നോക്കാനൊന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല, കാരണം അത്ര ഹെൽത്തി ഫുഡൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെന്ന് തോന്നിയാൽ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.